വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഞാൻ ആ വാർത്ത കേട്ടപ്പോൾ തന്നെ മനസ്സിൽ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു, പടച്ച റബ്ബേ, ആ ഒരു പെൺകുട്ടി അനു എന്നൊരു കോഴിക്കോട് പേരാമ്പ്രയിലുള്ള പെൺകുട്ടിയെ കൊല ചെയ്തതിൻ്റെ പിന്നിൽ ഒരു മുസ്ലിം വിശ്വാസി ഉണ്ടാകരുതേ എന്നുള്ളത്. പക്ഷേ യാഥാർത്ഥ്യം അതല്ലായിരുന്നു. കോഴിക്കോട് സ്വദേശിയായ, കോഴിക്കോടുള്ള പേരാമ്പ്രയിലുള്ള ഈ അനു എന്ന 26-കാരിയെ ഈ ബൈക്കിൽ ലിഫ്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ ജീവൻ ഇല്ലാതാക്കിയത് കൊണ്ടോട്ടിക്കാരനായ മുജീബുർ റഹ്മാൻ എന്നൊരാളാണ്. വല്ലാത്തൊരു ഷോക്കിംഗ്. ഈ ഒരു പരിശുദ്ധ റമദാനിലെ മുസ്ലിം വിശ്വാസികളെ ഏറ്റവും ആദരവോടുകൂടി കാണുന്ന ഈ മാസത്തിൽ എങ്ങനെയാണ് ഈ ഒരു പേരിനെങ്കിലും വിശ്വാസിയായ ഈ മനുഷ്യന് ഇങ്ങനെ ഒരു കൊടും കുറ്റകൃത്യം ചെയ്യാൻ തോന്നിയത്? ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഇതിന് മുൻപ് ചെയ്ത 55ഓളം കൊടും ക്രൈമിന് കൃത്യമായിട്ട് ശിക്ഷ കിട്ടിയില്ല എന്നുള്ളത്. നഅൂദുബില്ലാ, കാക്കട്ടെ. ആ ഒരു പാവം പെൺകുട്ടി, ഈ അനു എന്നു പേരുള്ള കോഴിക്കോട് പേരാമ്പ്രയിൽ ആ ഗ്രാമത്തിലെ പെൺകുട്ടി ഭർത്താവിന് സുഖമില്ല എന്നറിഞ്ഞപ്പോൾ കഴിഞ്ഞ മാസം 11-നാണ് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. വേഗത്തിലൊരു വണ്ടി കിട്ടാൻ അതുവഴി ഒരു ചുവന്ന ബൈക്കിൽ വന്നൊരു മനുഷ്യന് കൈ കാണിച്ചു. അപ്പോൾ ആ ഗ്രാമത്തിലെ നിഷ്കളങ്കരായ ആ ജനവിഭാഗത്തിൽ പെടുന്ന ആ ഒരു അനു എന്ന അംബിക, 26 വയസ്സാണ് അവർക്ക് പ്രായം. അവർ കരുതിയത് ടൗണിൽ കങ്ങണ്ടെത്തിൽ ബസ് കിട്ടുന്നിടത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ വേഗത്തിൽ പോവാം, ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാനാണ്. ഭർത്താവ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇവരുടെ വീട്ടിലാണ്. ആ ഒരു നിമിഷം ആളും മനുഷ്യനൊക്കെ ഉള്ള സ്ഥലം, കുട്ടികൾ സ്കൂളിലേക്ക് പരീക്ഷയ്ക്ക് പോകുന്നൊരു സമയം, ആളുകൾ ജോലിക്ക് പോകുന്നൊരു രാവിലെ ബൈക്കിൽ കയറുന്നത് കണ്ടിട്ടുണ്ട്. ബൈക്കിൽ ഇവർ കയറുന്നത് കണ്ട ആളുകളുണ്ട്. പിന്നെ ഇവരെ കണ്ടിട്ടില്ല. ഈ അനുവിനെ പിന്നെ കണ്ടിട്ടില്ല. ദിവസങ്ങൾക്ക് ശേഷമാണ് അഴുകിയ നിലയിൽ തോട്ടിൽ, അധികം വെള്ളമില്ലാത്തൊരു തോട്ടിൽ ഇവരുടെ മയ്യത്ത് കിട്ടുന്നത്. അന്വേഷണം അങ്ങനെ ഒരുപാട് വ്യാപിപ്പിച്ചു. എല്ലാവരും പറഞ്ഞത് ബൈക്കിൽ കയറി പോണത് കണ്ടു. എന്തിന് ഈ ഒരു യുവതി മറ്റൊരാളെ ബൈക്കിൽ കയറി എന്നായി അന്വേഷണം. അതിൽ നിന്ന് മനസ്സിലായി ആ ഭാഗത്ത് ഒരു ചുവന്ന ഒരു ബൈക്കിൽ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങണത്, ഗ്ലൗസൊക്കെ ഇട്ട് പോകുന്ന ഒരാൾ, മുഖമൊന്നും വ്യക്തമല്ല, ഹെൽമെറ്റൊക്കെ ഇട്ട് പോകുന്ന ഒരാളെ കണ്ട ആളുകളുണ്ട്. അങ്ങനെ CCTV പരിശോധനയിലാണ് കണ്ണൂർ ഭാഗത്ത് നിന്ന് ഭാര്യവൂട്ടിൽ നിന്ന് വരുന്ന മുജീബുർ റഹ്മാൻ എന്ന് പേരുള്ള ഒരു കൊണ്ടോട്ടിക്കാരനെ കുറിച്ചുള്ള വിവരം ലഭിച്ചത്. അങ്ങനെ അവനെ പിടിക്കാൻ വേണ്ടി പോയി. അവൻ പോലീസിനെയൊക്കെ കുത്തി പരിക്കേൽപ്പിച്ചിട്ടൊക്കെയാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അന്വേഷണത്തിൽ ഈ ബൈക്ക് മോഷ്ടിച്ചതാണെന്ന് മനസ്സിലായി. മോഷ്ടാവാണ്. അത് നോക്കുമ്പോൾ ഈ മുജീബുർ റഹ്മാൻ 55ഓളം കേസിലെ പ്രതിയാണ്. അത് മുഴുവനും ഇങ്ങനെ ബൈക്കിൽ വന്ന് മാല മോഷ്ടിച്ച് ബൈക്കിൽ ലിഫ്റ്റ് കൊടുത്ത പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത കേസടക്കം കൊടും ക്രിമിനൽ. കൃത്യമായിട്ട് ചോദ്യം ചെയ്യുമ്പോൾ അവൻ കൃത്യമായിട്ട് പറഞ്ഞു, ഇവളിങ്ങനെ ബസ്സിന് വേണ്ടി കാത്തിക്കാണ് വേഗത്തിൽ ഭർത്താവിൻ്റെ അടുത്ത് പോവാൻ. അവർക്കൊരു ബുദ്ധിമോശം വന്നു. ഇവൻ്റെ ബൈക്കിലാണ് കൈകാട്ടിയത്. അവൻ നിർത്തിയിട്ട് കയറ്റിയിട്ട് എന്ത് ചെയ്തു, കുറച്ചൊരാളൊടിഞ്ഞൊരു തോടിൻ്റെ, ഈ സംഭവം നടന്ന തോടിൻ്റെ ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഇവൻ പറഞ്ഞു, എനിക്കൊന്ന് മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞു. ഇവനോട് ഇറങ്ങി. ബൈക്കെന്ന് പറഞ്ഞാൽ തുറന്നൊരു വാഹനമാണല്ലോ, വേണ്ടാതീനൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ആ ഒരു ഉറപ്പിലായിരിക്കും ഈ പാവം യുവതി കയറിയിട്ടുണ്ടാവുക. ഇവൻ മൂത്രമൊഴിക്കാനെന്ന് പറയുന്നപ്പോൾ ഈ പെണ്ണ് ഒരു ഡ്രൈവറിൻ്റെ ബൈക്ക് ഓടിക്കണമെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിലിരിക്കാൻ ആൾക്ക് പറ്റൂലല്ലോ. അവൾ ഇറങ്ങി നിന്നു. ഇവൻ മൂത്രമൊഴിക്കാന്നും പറഞ്ഞുകൊണ്ട് നിന്നിട്ട് പിന്നൊരു പിടുത്തം കൊണ്ട് പിടിച്ചിട്ട് അപ്പുറത്തുള്ള തോട്ടിൻ്റെ അവിടേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അതിൽ മുഖം ആ ചളിയിൽ പൂഴ്ത്തി ജീവന് വേണ്ടി പെടയുമ്പോൾ ആഭരണങ്ങളൊക്കെ എടുത്തു. അതിലൊരു കമ്മലെന്തോ സ്വർണ്ണമില്ലാത്തതുകൊണ്ട് എടുത്തില്ല, ബാക്കിയുള്ള ആഭരണങ്ങളൊക്കെ എടുത്തു. ആ ഒരു ആളില്ലാത്തൊരു തോട്ട്, ഇതിൻ്റെ പിടിവലിക്കടയിൽ ഡ്രസ്സൊക്കെ ഇതായി പോയിരുന്നു. അങ്ങനെ അതിൽ കിടന്ന് ഇവൾ പെടഞ്ഞു മരിച്ചു. അങ്ങനെ കഴിഞ്ഞ് ആ ഒരു തോട്ടിൽ നിന്ന് വീട്ടിൻ്റെ അവിടേക്ക് 1 കിലോമീറ്റർ ദൂരെ ആകുള്ളൂ. ആ ഒരു തോടിൻ്റെ അടുത്തുനിന്ന് ഒരു 100 മീറ്റർ അപ്പുറത്തൊരു വീടുണ്ട്. അവിടെയാണെങ്കിൽ അന്ന് ആ വീട്ടുകാരവിടെ ഇല്ല. ഒരു ബഹളമൊന്നും കേൾക്കാൻ പറ്റിയില്ല. അപ്പോൾ അവൻ കൃത്യമായിട്ട് ആ സ്ഥലം മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു മനുഷ്യ പിശാച് ഈ റമദാനിൽ മുസ്ലിങ്ങൾ പവിത്രമായിട്ട് കരുതുന്ന ഈ മാസത്തിൽ ഈ തമാടിത്തരം ചെയ്തത്. ഇവനെ വെറുതെ വിടരുത്. ഇവനൊന്നും ജീവിക്കാൻ ഇനി അനുവദിക്കരുത്. ഇനി ബാക്കിയുള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമൊക്കെ ഇവൻ വലിയ ഭീഷണിയായിട്ട് മാറും. എന്നിട്ട് ഇതവിടെ കിടന്ന് മരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെള്ളം കയറി മരിച്ചു എന്നുള്ള, പക്ഷെ ആൾക്ക് മുങ്ങാൻ താഴില്ലാത്ത ഒരു വെള്ളത്തിൽ എങ്ങനെ ഈ പെണ്ണ് മരിച്ചു? അന്വേഷണം വന്നു. അങ്ങനെ ഗൗരവമായിട്ട് പോലീസ് ഇതെടുത്തു. ആ അന്വേഷണത്തിലാണ് ഇതൊരു കൊലപാതകമെന്ന് തെളിഞ്ഞത്. ഒറ്റ നിമിഷം ആലോചിച്ചു, ഈ 55 കേസിൽ പ്രതിയായ മനുഷ്യന് എന്തിൻ്റെ പേരിലാണ് ഈ വിട്ടയച്ചത്? ഇവനക്കൊക്കെ എന്ത് ഇതിനുണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്? ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് നേരാവുള്ള നല്ല മനസ്സുള്ള ആളാണെങ്കിൽ രണ്ടാമത്തോടത്തേക്ക് നേരാവില്ലേ? ഈ പെണ്ണിനെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇവൻക്കപ്പോൾ സ്വർണം സാധനങ്ങളെ വേണ്ടിയിരുന്നുള്ളൂ.
ഇത്തരം ആളുകളെ കുറ്റവാളികളെ നേരെയാക്കുന്നൊരു സംവിധാനം ഇല്ലെങ്കിൽ കൃത്യമായിട്ട് കാപ്പ ചുമത്തിയിട്ട് പുറത്തു വിട ഇവനെ കരുതൽ തടങ്കിലിടണം. അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റണ്ടേ? നമ്മളിങ്ങനെ ഒരു മുസ്ലിം വിശ്വാസി പോലും റമദാനാകുമ്പോൾ നമ്മളോടുള്ളൊരു പരിഗണന ഉണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ വിളിച്ചിട്ട് ഓൻ്റെ സങ്കടം പറയാണ്. ഓൻ്റെ സങ്കടം പറഞ്ഞത് ഓനെ ആരോ പറ്റിച്ചു. ആ പറ്റിച്ചോനെ പേര് ഇങ്ങനെ തെറി വിളിക്കുകയാണ്. അവൻ്റെ ആ ദേഷ്യവും സങ്കടവും പറയാണ്. കുറച്ചൊരു കഴിഞ്ഞ് മാഷേ സോറി ട്ടോ, നിങ്ങൾക്ക് നോമ്പാണെന്ന് ഞാൻ മറന്നുപോയി, ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് വിളിച്ചതാണ് ആ തെറിയെന്ന്. മറ്റോരെ വിളിച്ച തെറിയാണ്, അത് ഇന്നോട് പറയാണ് ആ തെറിവാക്ക്. ഞാനൊരു നോമ്പുകാരനാണെന്ന് അവൻ മറന്നു, നോമ്പാണെന്ന് ഓർമ്മ വന്നപ്പോൾ എന്നോട് സോറി പറയുന്നു. അത്ര പോലും ഒരു അമുസ്ലിം സുഹൃത്തുക്കൾ ഒരു നോമ്പുകാരനെ വളരെ ഭവ്യതയോടുകൂടി കാണും. നമ്മളൊക്കെ മറ്റു മതക്കാരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്ത് ജീവിക്കുന്ന ഒരു ജോലിയാണെങ്കിൽ അവർ ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ മുന്നിൽ സോറി നിങ്ങൾക്ക് നോമ്പാണില്ലേ, നമ്മുടെ നോമ്പിനെ അവരെന്തുമാത്രം പവിത്രതയിൽ കാണുന്നു എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു മുസ്ലിം വിശ്വാസിക്ക് നമ്മൾ പേരിന് പറയാം, മുജീബ് എന്നാണല്ലോ അവൻ്റെ പേര്. ഓനും പഠിച്ചിട്ടുണ്ടാവുമല്ലോ മദ്രസയിൽ, ഓനക്കും ഉണ്ടാവും കുറേ റീസൺ. ഓനക്ക് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. ഈ മാസം ഏതാണ് ഒന്ന് മുഖവും കഴുകിയിട്ടൊന്ന് പള്ളിയിൽ പോകുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഇത്രയും കാടത്തരം ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. മതം പഠിപ്പിക്കാത്തതിൻ്റെ കുഴപ്പമാണ്, മതം ഉൾക്കൊള്ളാത്തതിൻ്റെ കുഴപ്പമാണ്. അവിടെ പോയി ധാർമ്മികതയൊക്കെ. ഇനി മറ്റൊന്ന്, ഇത്തരം ഒരു കൊടും ക്രിമിനലിനെ നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ്? അത് ജാമ്യം കിട്ടി വിടുകയാണ്. പല കേസിലൊന്നും ആവണില്ല. ഇത്തരം ക്രിമിനലുകളെ തീറ്റിപ്പോട്ടുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ ഒരു പാവം പെൺകുട്ടിക്ക് ജീവൻ പോകും. ഒറ്റ കാര്യം ചെയ്യണേ, ആ ഒരു പേരാമ്പ്ര ഗ്രാമത്തിലെ ആളുകൾ നിഷ്കളങ്കരായ ആളുകളായതുകൊണ്ടാണ് ഒരു ബൈക്കിനൊക്കെ ലിഫ്റ്റ് കയറുമ്പോൾ അവർ മറ്റൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പരിചയമില്ലാത്തവരെ ബൈക്കിൽ ലിഫ്റ്റ് കയറ്റരുത്. ലിഫ്റ്റിനെ കയറ്റിയിട്ട് കഴുത്തിൽ കത്തി വെച്ചിട്ട് മൊബൈലും പണമൊക്കെ അടിച്ചു മാറ്റുന്ന ഇത് കാണാം. നമ്മൾ കയറ്റുമ്പോൾ പാവല്ലേ, ഒരാളെ സഹായിക്കാനല്ലേ എന്ന് കരുതി. ഇപ്പോഴത്തെ കാലത്ത് ബൈക്കിൽ കയറ്റാൻ പറ്റില്ല. പിറകിലുള്ളവർക്ക് ഹെൽമെറ്റ് ഇല്ലെങ്കിൽ AI ക്യാമറ അടിക്കുന്ന കാലമാണ്. ഞാനെപ്പോഴും കയറുന്ന സമയത്ത് ഈ ക്യാമറയുടെ ഭാഗത്താണെങ്കിൽ നമ്മൾ എന്ത് സഹായമാണ് നമ്മൾ ചെയ്യില്ല. കാരണം എന്തിനാണ് നമ്മൾ വെറുതെ ഒരാളെ സഹായിച്ച് 500 രൂപ കളയണത്? ഇത് പരിചയമില്ലാത്ത നേരത്തെ രാത്രിയിലൊക്കെ കൈകാട്ടി കഴിഞ്ഞാൽ കുറേ വിദ്യാർത്ഥികളുണ്ട് അങ്ങനെ. സ്കൂളിലൊക്കെ പോകണ ബൈക്ക് ആരുടെയെങ്കിലും ബൈക്കിൽ കയറുക, ബൈക്കിൽ കൈകാട്ടിയിട്ട് കണ്ട് കയറി പോവുക. പെൺകുട്ടികളും കാണാം കാറിലൊക്കെ കയറിയിട്ട് എല്ലാവരും കൂടി കാറിൽ കൈയാട്ടുക. ഓനക്കൊരു ലിഫ്റ്റ് ആ കൊടുക്കലൊക്കെ ഒരു ഫോൺ നമ്പർ വാങ്ങലും ബന്ധം സ്ഥാപിക്കലും ഇതൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. ഈ ഒരു പാവം പെൺകുട്ടി അനു എന്ന ഈ അംബിക ലൈഫിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത് തൻ്റെ അവസാനത്തെ പോക്കാടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പരിചയമില്ലാത്ത ആളുകളുടെ കൂടെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ലിഫ്റ്റ് ചോദിക്കരുത്, ലിഫ്റ്റ് കയറരുത്. കയറ്റിയാലും നമ്മൾ കയറരുത്. പരിശുദ്ധ റമദാനിനെ അവഹേളിക്കുന്ന ആളുകൾക്ക് പടച്ചറബ് കൊടുക്കുന്ന ശിക്ഷ ഉണ്ട്. അത് അപമാനകരമായ ശിക്ഷയാണ്. നമ്മൾ നോമ്പെടുക്കാൻ വയ്യെങ്കിൽ നോമ്പ് വെക്കണ്ട. പക്ഷേ ഈ റമദാൻ മാസത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ പെരുമാറ്റം ഉണ്ടായാൽ അത് പടച്ചോൻ്റെ ശാപം കിട്ടുന്ന ഇതാണ്. എനിക്ക് നോമ്പെടുക്കാൻ വയ്യ, നോമ്പ് ഞാൻ ശീലിച്ചിട്ടില്ല, വേണ്ട, ഈ നോക്കണ്ട, ആർക്ക് പോയി, എനിക്ക് നോമ്പ് പറ്റില്ല, അത്രേ ഉള്ളൂ, ഒരു ഫർള് ചെയ്യാത്ത കാര്യം. പക്ഷെ നോമ്പിനെ അപഹസിക്കുന്നതോ അതൊരു തരം അള്ളാഹിനോട് പോരടിക്കണേ തുല്യല്ലേ? അതല്ലേ ഈ ചെയ്തത് പരിശുദ്ധ റമദാനിൽ. ഞാൻ ആ കേസ് 2 ദിവസമായിട്ട് ഇങ്ങനെ മാധ്യമങ്ങളിൽ കാണുന്നുണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു പടച്ചോനെ നമ്മുടെ കൗമ ആവരുത് എന്ന് ആഗ്രഹിച്ചത് ഒരു പാർഷ്വാലിറ്റി കണ്ടിട്ടോ വർഗീയത കണ്ടിട്ടൊന്നും അല്ല. ഒരു റമദാനിലൊന്നും ഇത് ചെയ്യാൻ മാത്രമുള്ള ചങ്കൂറ്റൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കൊണ്ട് വിചാരിച്ചതാണ്. പക്ഷെ ആ തെറ്റിദ്ധാരണ പോയി. ഇതിപ്പോൾ ആദ്യമൊന്നുമല്ല. പക്ഷേ നമ്മുടെ ആളുടെ ഒരു പേര് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു വ്യസനമുണ്ട്. അത് നമ്മൾ ഈ നോമ്പിനോടുള്ള ഒരു സ്നേഹം കൊണ്ട് തോന്നിയത്. എൻ്റെ തോന്നൽ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വളരെ വലിയൊരു ഞെട്ടിക്കുന്നതായി ഇപ്പം ഈ ഒരു അനു എന്ന അംബികയെ അറിയുന്ന ആ നാട്ടിലുള്ള ആളുകൾ, വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ, കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ആ നാട്ടുകാർക്ക് ഷോക്കാണ്. ആ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഒരു പാവം പെൺകുട്ടീനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുക. ഇനി അവനെ എന്ത് ചെയ്യരുത്, പുറത്തേക്ക് വിടരുത്. അവൻക്ക് കാലാകാലം ജയിലിൽ കിടക്കുന്ന രീതിയിലായിരിക്കണം അവനെ പൂട്ടേണ്ടത്. ഇനി ഒരു പെൺകുട്ടിക്കും ഇത്തരം ഒരു അനുഭവം ഉണ്ടാവരുത്. ആരെങ്കിലും ലിഫ്റ്റ് കൊടുക്കുമ്പോൾ ഓർമ്മ വേണം ഇത് മുജീബ് റഹ്മാന് കിട്ടിയ വിധിയാവണം എന്നുള്ളത്. ഇത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം ശരിക്കും. നമ്മളിങ്ങനെ ഒരു എൻകൗണ്ടർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ മൃഗീയതയാണ്, മനുഷ്യാവകാശ വിരുദ്ധമാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇത്തരം കേസുകളിലൊക്കെ നമ്മൾ അറിയാതെ കൈയടിച്ചു പോകും. ഇവർക്കൊക്കെ പിന്നെ ഇതെല്ലാം കിട്ടാതെ നിയമപരമായിട്ട് കിട്ടണില്ലെങ്കിൽ പോലീസുകാരെന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അറിയാതെ നമ്മൾ പല സ്ഥലങ്ങളിലും സംഭവം നടക്കുമ്പോൾ കൈയടിച്ചു പോകണത് ഇതുപോലെയുള്ള പ്രതികൾ രക്ഷപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നവരെന്തായാലും ആ നാട്ടുകാരുണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാവുന്ന വിവരങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ പലരും ആ സ്ത്രീനെ കുറ്റപ്പെടുത്തുന്നവർ, നിങ്ങൾ എന്തിനാണ് ഒരാളെ കൂടെ ബൈക്കിൽ കയറി? ഒരു പക്ഷെ അവർ ഭർത്താവിൻ്റെ അടുത്തേക്ക് വേഗം എത്താൻ വേണ്ടിയിട്ട് ചെയ്താവും.
പക്ഷെ അത് ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തുന്ന അവസ്ഥയായിപ്പോയി. ഏതായാലും ആ കുടുംബത്തിന് സമാധാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ റമദാൻ മാസത്തിനെ പരിഗണിച്ചില്ലെങ്കിലും അവഹേളിക്കുന്ന രീതിയിലാവരുത് എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.